അപ്പം നമ്മളൊക്കെ നമ്മുടെ കുടുംബത്തിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു, നമുക്ക് ചെയ്യാൻ പറ്റുമായിരുന്നിട്ടും പലതും ചെയ്യാതെ പോയിട്ടില്ലേ എന്നൊക്കെ എന്നെ ചിന്തിപ്പിക്കുകയും എന്നെ വല്ലാണ്ട് ഇൻസ്പയർ ചെയ്ത ഒരു 13 വയസ്സുകാരൻ്റെ കഥയാണ്. അവൻ ആ പൊന്നുമകൻ അവൻ്റെ ആ വയ്യാതിരിക്കുന്ന ഉമ്മയൊക്കെ നോക്കുന്നത്, അവൻ്റെ പഠിത്തം മുടക്കാതെ തന്നെ അത്രയും ഹൃദയാർദ്രമായിട്ട് ആ കുടുംബത്തിനെ ഒന്നിച്ചവൻ കൊണ്ടുപോകുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇതൊരു വളരെയധികം ഇൻസ്പയറിംഗ് ആണ്. അപ്പോൾ എനിക്ക് തോന്നി നമ്മുടെ കുഞ്ഞുങ്ങൾക്കും അവനെ ഒന്ന് പരിചയപ്പെടുത്തണം. നമുക്ക് വിളിക്കാലോ. അവനെ വിളിക്കുന്നതിന് മുമ്പേ നമുക്കൊരു വീഡിയോ കാണാം. ഈ പൊന്നു മകന്റെ പേരാണ് മുഹമ്മദ് ബദ്രുദ്ദീൻ. അവനെ സ്റ്റേജിലേക്ക് വിളിക്കാം. ഓക്കെ, വെൽക്കം മുഹമ്മദ് ബദ്രുദ്ദീൻ ഓൺ സ്റ്റേജ്. ഹായ് മുഹമ്മദ്, നമസ്കാരം. മകനെ ബദ്രു, ഇന്നലെ പോയിരുന്ന കച്ചവടത്തിന്? ഇന്നലെ പോയി. എത്ര വിറ്റു? ഇന്നലെ 10 വിറ്റു അല്ലേ? എന്തൊക്കെ അച്ചാറാണ് ഉമ്മ ഉണ്ടാക്കുന്നത്? മാംഗോ, പിന്നെ ചെമ്മീന്, പിന്നെ വെളുത്തുള്ളി. ചെമ്മീൻ അച്ചാർ എനിക്ക് ഭയങ്കര ഇഷ്ടാട്ടോ. പലപ്പോഴും വീട്ടിലൊക്കെ ഉണ്ടാക്കാറുണ്ട്. അപ്പൊ പ്രിയ പറയും, ഇത് കറിയല്ല, ഇത് അച്ചാറാണ്, കുറച്ച് കഴിച്ചാൽ. ഇതെന്നോടും പറയാറുണ്ട് ചില സമയത്ത്. ദിവ്യ, മോന് ഇഷ്ടമാണോ അച്ചാറ്? എന്താണ് ഇങ്ങനെ വെക്കാൻ കാരണം? പിന്നെ പൊരില് ഉമ്മ പിന്നെ ഇത്ത മാത്രമേ ഉള്ളൂ. ഞാന് അച്ചാറിച്ച് പോര നോക്കുന്നു. ഏത് ക്ലാസ്സിലാണ് പഠിക്കണേ? ഞാൻ 7th. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഒരു വലിയൊരു ഇൻസ്പിറേഷൻ ആണെന്നുള്ളത്. എനിക്കും തോന്നി, എൻ്റെ അമ്മ ഇത്രയധികം എൻ്റെ അമ്മയോട് എനിക്ക് സ്നേഹമുണ്ട് എന്ന്, എൻ്റെ കുടുംബത്തോടുണ്ട് എന്ന് പറയുമ്പോഴും ഞാൻ ഇതിൻ്റെ 2% പോലും ഞാൻ എത്തിയില്ലല്ലോ എന്ന് നമ്മുടെ കുഞ്ഞിനെ കണ്ടപ്പോഴത്തേക്കും എനിക്ക് തോന്നി. അത്രയധികം നമ്മുടെ സമൂഹത്തിന് ഇൻസ്പയർ ചെയ്യുന്ന തീർച്ചയായിട്ടും ഒരു വലിയൊരു ഐക്കോണിക് ആയിട്ടുള്ള അതിൻ്റെ പ്രതിബിംബമാണ് നമ്മുടെ ഈ പ്രിയപ്പെട്ട മകൻ ബദറു. ഒരു വലിയ സലാം ബദറു, ബിഗ് സല്യൂട്ട് ടു യു കേട്ടോ. 10 കിലോമീറ്റർ ആണ് കേട്ടോ അച്ചു. 10 കിലോമീറ്റർ യാത്ര ചെയ്തിട്ടാണ് ആ ഇടത്തിൽ പോയി അല്ലേ ഇത് വിൽക്കുന്നത്. പ്രസ് ക്ലബ് ജംഗ്ഷൻ അല്ലേ? കാസർഗോഡ്. അത് മാത്രമല്ല, സ്കൂളിൽ പോയതിന് ശേഷമാണ് ഈ 10 കിലോമീറ്റർ യാത്ര ചെയ്ത് അവിടെ പോയി ഇത് വിറ്റതിന് ശേഷമാണ് വീട്ടിൽ ദിവസം പോകുന്നത്. പിന്നെ വേണം പഠിക്കാൻ അല്ലേ? കൂട്ടുകാരൊക്കെ എന്ത് പറഞ്ഞു വൈറലായത് കണ്ടപ്പോ, വീഡിയോ വൈറലായപ്പോ? നമ്മളെല്ലാം ഓർക്കണം. ഓ, ടീച്ചേഴ്സ് ഒക്കെ എന്ത് പറഞ്ഞു സ്കൂളില്? ടീച്ചേഴ്സില് നല്ല പഠിച്ചിട്ട് എത്ര പറഞ്ഞു? മിടുക്കനാണപ്പോ. മിടുക്കൻ. അവൻ വലുതാവുമ്പോ ഒരു കിടിലൻ ബിസിനസ്മാൻ ആവും. എല്ലാ ദിവസവും പോവോ? എല്ലാ ദിവസവും പോവും. കാസർഗോഡ് ഏത് സ്കൂളിലാ? ഞാൻ AUPS ബോവിക്കാനം. അവിടെ നിന്ന് 10 കിലോമീറ്റർ ബസ്സിൽ പോയിട്ടാണ് ഈ അച്ചാറ് വിൽക്കുന്നത്. ഈ ചെമ്മീൻ അച്ചാർ ഒരു 2 കിലോ എനിക്ക് പോരട്ടെ കേട്ടോ. ഇന്ന് അച്ചാർ കൊണ്ടുവന്നിട്ടുണ്ടോ? ഉണ്ടോ? പിന്നെ ഉമ്മാക്ക് എന്താ പറ്റിയത്? ഉമ്മാക്ക് നടക്കാൻ കഴിയുന്നില്ല. ജനിച്ചപ്പോഴേ പനി വന്നിട്ട് കാല് തളർന്നു. അതുകൊണ്ടാണ് മോൻ വീട്ടിലെ കാര്യങ്ങൾ നോക്കേണ്ടി വന്നത് അല്ലേ? ഇത്ത എന്ത് ചെയ്യുന്നു? ഇത്ത +2 പഠിക്കുന്നു. അതേ സ്കൂളിൽ തന്നെയാണോ? അല്ല, ഇരിയണി. ഉമ്മയെ ഹെൽപ്പ് ചെയ്യണതൊക്കെ ആരാ ഈ അച്ചാർ ഉണ്ടാക്കാൻ? ഇത്താവും ഞാനും ഹെൽപ്പ് ചെയ്യും. മോനുണ്ടാക്കാൻ അറിയാവോ അച്ചാറ്? ഇല്ല. ഇത്ത ഉണ്ടാക്കോ? ഇത്ത ഉണ്ടാക്കല്ലോ, മാത്രം. ഒരു ദിവസം എത്ര അച്ചാർ വിൽക്കാൻ പറ്റുന്നുണ്ട്? 15. ഇങ്ങനെ വിൽക്കുന്ന കാണുമ്പോഴത്തേക്കും ആൾക്കാരുടെ പ്രതികരണങ്ങൾ എങ്ങനെയാ? എത്ര ക്ലാസ്സിൽ പഠിക്കുന്നത് അങ്ങനെയല്ല ചോദിക്കും. അല്ല ചോദിക്കും, ചോദിച്ചിട്ടാണ് വാങ്ങിക്കുന്നത് അല്ലേ? അപ്പൊ അവർക്കും എത്ര സ്നേഹം തോന്നിയിട്ടുണ്ടാവും നമ്മുടെ മകനോട്. എന്തായാലും ഭയങ്കര അഭിമാനമാണ് കേട്ടോ ബദറു. വിൽക്കുന്ന കാണുമ്പോഴത്തേക്കും ആൾക്കാർ വന്ന് മേടിക്കും അല്ലേ? അത് ഗംഭീരാണേ. കുടുംബത്തിന് വേണ്ടിയിട്ട് എല്ലാ എനർജിയും ഉള്ളിൽ കൊണ്ട് നടക്കുന്ന ഒരു അത്ഭുതമായിട്ട് നമുക്ക് ഈ മകനെ കാണാൻ പറ്റും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ബിഗ് സല്യൂട്ട് മോനെ.